ഒരുപാട് ബേബി ഗേൾസും ബേബി ബോയ്സും അരങ്ങ് തകർക്കുന്ന വേദിയാണിത്. അപ്പൊ ഈ സിനിമയുടെ ടൈറ്റിൽ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ തോന്നി, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതുപോലെയാണല്ലോ. അതെ, ഒരുപാട് ബേബി ഗേൾസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമയും കൂടിയാണ്. യെസ്, അങ്ങനെ ഒരു ബേബി ഗേൾ ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. അങ്ങനെ എത്ര ബേബി ഗേൾ അല്ലേ ഇവിടുത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സീനിയർ ആണ്. ഇവിടെ തീരെ പൊടിയായിട്ടുള്ള ആൾക്കാർ തൊട്ട് ഒരു കുറച്ച് സീനിയേഴ്സ്. ഇപ്പൊ വരുന്ന ആളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സീനിയറിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരാളാണ്. ആ ഒരു ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇപ്പൊ അനുഷ്ക കുട്ടിയാണ് പാടാനെത്തുന്നത്. നമുക്ക് വിളിക്കാം അല്ലേ? ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. അടിപൊളി ഉടുപ്പാണല്ലോ. അതെ അതെ അതെ, പുഷ്പിച്ച് നിൽക്കുക. നോക്കി നമ്മുടെ കുഞ്ഞ് എത്ര സുന്ദരിയാണെന്ന്. അതെ അല്ലേ? അതെ. അതിഥി എന്ത് പറയുന്നു? നല്ല ഭംഗിയുണ്ട് ഈ പറഞ്ഞ പോലെ. സിനിമയുടെ പ്രൊമോഷന് വന്നതാണോ? ബേബി ഗേൾ. ആ, ഞാൻ അത് കണ്ടിരുന്നു. പക്ഷെ നിവിൻ ചേട്ടനില്ലേ? അവരെടുക്കാൻ മറന്നുപോയി വീട്ടിൽ നിന്ന്. നിവിൻ ചേട്ടനെ കാണാനെങ്കിൽ എന്റെയും ടോപ്പ് സിംഗറുടെ ഒക്കെ ഒരു അന്വേഷണം പറയും. ബിക്കോസ് ഞങ്ങൾ എല്ലാരും ഭയങ്കര വലിയ ഫാനാണ്. സംഗീതേട്ടനുണ്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഷൂട്ടിലാണ് ഞങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞേക്കാം. ഈ സിനിമ ഞാൻ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മൾ ജെൻസി കിഡ്സിന് ഇപ്പൊ ചേച്ചി ഞാനൊക്കെ ജെൻസി ആണല്ലോ. അപ്പൊ നമുക്ക് ചെറിയൊരു സ്വഭാവമുണ്ട്. ഒരു മൂവി വരാണെങ്കിൽ അതിന്റെ ടൈറ്റില് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഫോണും പിടിച്ച് നിൽക്കും. അതുപോലെ ഞാനും ഫോണും പിടിച്ച് നിന്നു. പക്ഷെ ഇത് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് ഷൂട്ട് ചെയ്തോ? അയ്യോ, ഷൂട്ട് ചെയ്തില്ല. എന്നിട്ട് കൈ അടിച്ചിട്ട് ഫോൺ അവിടെ വെച്ചു. എന്നിട്ട് എല്ലാരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവാണ്. സിനിമ കഴിഞ്ഞ നേരത്ത് ടൈറ്റിൽ ബേബി ഗേൾ. ഓ, അതുകൊണ്ട് സ്റ്റോറി ഇടാൻ പറ്റുന്നില്ല. അതാരും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം ഫ്രണ്ടിൽ വെക്കണം. പിന്നെ സംഗീത് ചേട്ടൻ എല്ലാ ചേട്ടന്റെ കുറച്ച് സിനിമകളിലൊക്കെ ഒരു ഫണ്ണി ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണല്ലോ. ഈ ഒരു സിനിമയിൽ എനിക്ക് ഒന്ന് ഭയങ്കര ഡിഫറെന്റ്, എന്താ പറയാ, ത്രില്ലർ ആയതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഇപ്പഴാ ഉറപ്പായത് പടം കണ്ടു എന്നുള്ളത്. ഇനി ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. എന്താ ഇഷ്ടപ്പെടാഞ്ഞേ? നിവിൻ ചേട്ടന്റെ പേര് സനലേട്ടൻ. അതെന്താ ഇഷ്ടമല്ലാണ്ടിരുന്നത്? സനൽ എന്നുള്ള പേര് ഇഷ്ടല്ലേ? കുഴപ്പമില്ല. എന്നാലും ചെറുതായിട്ട് നിവിന്റെ ഫേസുമായിട്ട് ചേരുന്നില്ലേ? ഫേസ് ആയിട്ടില്ല, ആ ക്യാരക്ടറായിട്ട് ചേരുന്നു. സൂപ്പർ പേരല്ലേ? ഞാൻ സഞ്ജയോട് പറയാം അടുത്ത പ്രാവശ്യം പേരിലൊക്കെ ഒരു തീർച്ചയായും അടുത്ത പ്രാവശ്യം പുള്ളി എഴുതുമ്പോ അത് ശ്രദ്ധിക്കാൻ. സനൽ എന്നല്ല പേര്, കനൽ എന്നല്ലല്ലോ. പടം ഇഷ്ടപ്പെട്ടോ? പടം സൂപ്പർ സൂപ്പർ. അത് മതി. ത്രില്ലർ മൂവി. ഓക്കെ. അപ്പൊ അനുഷ്ക ബേബി, എന്തോ ഇന്ന് ആരുടെ പാട്ടാ പാടാൻ പോകുന്നത്? എന്റെ സ്വന്തം MJ അങ്കിൾ. പാട്ട് എന്ന് പറഞ്ഞത് 2011 ഇറങ്ങിയത്. ആ സമയത്ത് അമ്മ പ്രഗ്നന്റ് ആയിരുന്നു. അമ്മയുടെ വയറ്റിൽ കേട്ട് തന്നെ ഞാൻ ഈ പാട്ടിൽ അത്ര ഇൻവോൾവ് ആണ്. ഓ, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കേട്ട പാട്ടാണ്, കേട്ടോണ്ടിരുന്ന പാട്ടാണ്. അമ്മ കേട്ടോണ്ടിരുന്ന പാട്ടാണ്. അപ്പൊ അത് മനസ്സിലേക്ക് ഞാൻ വയറ്റിൽ കിടന്നെ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു. പഠിച്ച പാട്ടാണിത്. അതെ, ഇപ്പോഴും എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ ഒരു എന്തോ ഒരു സന്തോഷം കേറി. യെസ്, മാത്രല്ല സാധകം ചെയ്ത പാട്ടാ. അതെ, മാത്രല്ല അനുഷ്ക കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ശ്രേയ ചേച്ചി പാടിയിട്ടുള്ള സോങ്ങും കൂടെയാണ് അല്ലേ? യെസ്. അപ്പൊ ഏതാ പാട്ട്? പാട്ടിൽ ഈ പാട്ടിൽ MJ സാറിന്റെ ഈ പാട്ടിൽ പോരട്ടെ ഡീറ്റെയിൽസ്. ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. മ്യൂസിക് MJ സാർ, ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് ശ്രേയ മാം. പിന്നെ മൂവി പ്രണയം, ഇയർ 2011. അപ്പൊ നമുക്ക് എന്നാ തുടങ്ങിയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഇത് തുടങ്ങുന്നതിന് മുന്നേ ONV സാറുമായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഓർമ്മകൾ? ONV സാറിന്റെ അടുത്ത് ട്യൂണിന് പാട്ട് എഴുതാൻ പറയാൻ ഭയങ്കര പേടിയാ. അപ്പൊ എനിക്ക് നേരിട്ട് പറയാൻ എന്തായാലും ധൈര്യമില്ല. അപ്പൊ ഞാൻ അമ്മയെ വിളിച്ചു, ONV സാറിന്റെ ഭാര്യ, അവരെ വിളിച്ചു. അപ്പൊ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഒന്നും പറയാമോ? അങ്ങനെയാണ് ONV സാർ അവസാനം സമ്മതിക്കുന്നത് ട്യൂണിന് എഴുതാൻ. സോപ്പിട്ട് സമ്മതിപ്പിച്ചു. ട്യൂണിന് എഴുതിയ പാട്ടാണ്. പിന്നെ നമ്മുടെ മെഗാ ഓഡിഷൻ കഴിഞ്ഞല്ലോ സീസൺ 6ന്റെ. അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് വന്നപ്പോ മുതലേ ഞാൻ
കൊടുക്കണ പാട്ടായത് പാട്ടിൽ ഈ പാട്ട്. ആഹാ. എന്നിട്ട് എനിക്ക് വിഷമായി അങ്ങനെ സാറിന്റെ പാട്ട്. കാത്തിരുന്ന് കിട്ടിയ പാട്ടാണ്. എന്നിട്ട് ഞാൻ രാകേഷ് അങ്കിളിന്റെ അടുത്ത് പോയി പറഞ്ഞു, അങ്കിളെ എനിക്ക് MJ സാറിന്റെ ഈ പാട്ട് തരുമോ എന്ന് ചോദിച്ചു, റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അങ്കിള് നോക്കാം എന്ന് പറഞ്ഞു. ഓ അതെന്താ പ്രശ്നമല്ലേ? നോക്കാം. എന്തായാലും ബാബുസ്വാമി കലക്കിയേട്ടാ. അതെ ബാബുസ്വാമി താങ്ക് യു. ബാബുസ്വാമി അരുത് മധുവങ്കൾ പാടാ നോക്കുന്ന. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഒരു രാപ്പാടി പാടും നീണം കേട്ടതില്ലേ. പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങി. ഹലോ ഓർത്തിട്ട് വിളിക്കണം, ഓർത്താലേ വിളിക്കണം. പാട്ട് കൊടുക്കണം. അതെ പാട്ടുണ്ടെങ്കിൽ Yes. തീർച്ചയായും കൊടുക്കും. അതെ. മാർക്ക് അറിയാം നമുക്ക്. ഓ So Anush going to be awarded 90 plus 8.5. That is going to be 98.5 on 100. Thank you, sir.
അപ്പൊ അനുഷ്ക കുട്ടി ഞങ്ങളൊന്ന് ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഇത്രയും വെറൈറ്റി ആയിട്ടൊരു എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ അടുത്ത് പാട്ട് പഠിച്ചതിനെ മീനുട്ടി പറ്റി ഇപ്പോഴും ആരും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല. പ്രണയത്തിനെ പറ്റിയുള്ള അഭിപ്രായം. ഇല്ലില്ല, എനിക്കത് അതിഥി ചേച്ചിയോടാ ചോദിക്കാനുള്ളത്. അത് അതെന്തായിരുന്നു അത്? ഒരു ചാൻസ് കൂടെ തന്നിരിക്കും. വേണ്ട, എനിക്ക് ചാൻസ് വേണ്ട, കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോൾ എംജയങ്ങളെ കാണൂ, ഞാനിത് കഴിഞ്ഞു കാണേണ്ടി വരും. എന്തോ കാര്യമായിട്ട് മറച്ചു വെക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. അതുകൊണ്ട് യൂട്യൂബ് ഞാൻ മറ്റേ അമർ അക്ബറിൽ ചെയ്തല്ലോ തല ഇറങ്ങി വീണ് അയ്യോ, കാണിക്കട്ടെ. വേണ്ട വേണ്ട. എന്തായാലും അച്ഛൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാട്ടോ. വേണ്ടേ, അരുത് താങ്ക് യു ഫോർ ദ ഇൻപുട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഈ ഗർഭപാത്രത്തിൽ നിന്നുള്ള കഥയൊക്കെ പറഞ്ഞു തന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇങ്ങനത്തെ വെറൈറ്റി കഥകളായിട്ട് വരണം കേട്ടോ. ഓക്കെ, ബൈ.